കരുനാഗപ്പള്ളിയിലെ സന്തോഷിന്റെ കൊലപാതകം ഇന്നലെ നമ്മൾ വിശദമായി കണ്ടതാണ്. ആ വാർത്തയുമായി ബന്ധപ്പെട്ട പുതിയ വെളിപ്പെടുത്തലുകളിലേക്കാണ് നമ്മൾ പോകുന്നത്. അതൊരു കൊട്ടേഷൻ കൊലപാതകമാണ് എന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ആലപ്പുഴ ജില്ലയിലെ വള്ളികുന്നം സ്വദേശി കൊട്ടേഷൻ നൽകിയെന്നാണ് വിവരം. കണ്ണനാർ വിവരങ്ങളുമായി നമ്മളോടൊപ്പം ചേരുകയാണ്. കണ്ണൻ, ഒരു കൊലപാതകം നടക്കുന്നു, അതിന് തൊട്ടടുത്ത് തന്നെ അരമണിക്കൂറിനുള്ള ഒരു കൊലപാതക ശ്രമം നടക്കുന്നു. ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ പുറത്തു വരുന്നത് ഒരു കൊട്ടേഷൻ കൊലപാതകമാണ് ഇതെന്നുള്ളതാണ്. ഈ പരിക്കേറ്റ അനീർ പറയുന്ന വിവരം അനുസരിച്ച് അതുൽ എന്ന് പറയുന്ന ഒരാൾ, അലുവ അതുലോ അങ്ങനെ മറ്റാണ് കേട്ടത്, അങ്ങനെയുള്ള ഒരാളാണ് തന്നെ വെട്ടിപ്പരിക്കേൽപ്പിച്ചത് എന്ന അടക്കമുള്ളൊരു കാര്യം അദ്ദേഹം പറയുന്നു. അപ്പോൾ ഇതൊരു കൊട്ടേഷൻ പ്രവർത്തനമാണ് എന്നത് സംബന്ധിച്ച് പോലീസും സ്ഥിരീകരിക്കുന്നുണ്ടോ? ഇത് കൊട്ടേഷൻ പ്രവർത്തനമാണ് എന്ന് സംബന്ധിച്ച് പോലീസ് സ്ഥിരീകരിക്കുന്നു. ആലപ്പുഴ ജില്ലയിലെ വള്ളികുന്നം സ്വദേശിയായിട്ടുള്ള വ്യക്തിയാണ് കൊട്ടേഷൻ നൽകിയിട്ടുള്ളത് എന്നുള്ളതാണ് പോലീസിന്റെ നിഗമനം. ഇപ്പോൾ ആ പ്രതി ഒളിവിലാണ്. അയാളുടെ പേര് വിവരങ്ങളടക്കം പോലീസ് അല്പസമയത്തിനുള്ളിൽ പുറത്തുവിടുമെന്നാണ് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. 4 പ്രതികളാണ് ഈ കേസിലുള്ളത്. നേരിട്ട് ഈ കുറ്റകൃത്യത്തിൽ പങ്കെടുത്ത 4 പ്രതികൾ ഉണ്ട്. ആ 4 പ്രതികളെയും കണ്ടെത്താൻ വേണ്ടിയുള്ള ഒരു നീക്കമാണ് നടത്തുന്നത്. ഈ പ്രതികളെല്ലാം തന്നെ ഈ കൊലപാതകം നടന്ന ശേഷം ഒരുമിച്ചല്ല മറ്റുള്ള സ്ഥലങ്ങളിലേക്ക്, ഒളിയിടങ്ങളിലേക്ക് പോയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഓരോരുത്തരെ പിടികൂടാൻ സാധിക്കുമെന്നുള്ളൊരു പ്രതീക്ഷയാണ് പങ്കുവെക്കുന്നത്. ഇന്ന് രാവിലെ 6 മണി വരെ 5 സംഘങ്ങളായി തിരിഞ്ഞ കരുനാഗപ്പള്ളിയിലെയും ഓച്ചിറയിലെയും ചവറയിലെയും അടക്കം CMRന്റെ നേതൃത്വത്തിലുള്ള സംഘം വലിയ പരിശോധന നടത്തിയിട്ടുണ്ടായിരുന്നു. എന്നാൽ പ്രതികളിലേക്ക് എത്തുന്ന സൂചനകൾ ലഭിച്ചിട്ടുണ്ട്. അവരുടെ CCTV ദൃശ്യങ്ങൾ അടക്കമുള്ള കാര്യങ്ങൾ ലഭിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ ഈ പ്രതികളുടെ എല്ലാവരുടെയും ഫോട്ടോ അടക്കമുള്ള കാര്യങ്ങൾ പോലീസ് പുറത്തുവിടാൻ തീരുമാനിച്ചിട്ടുമുണ്ട്. ഇതിൽ എടുത്തു പറയേണ്ട കാര്യം, ഈ കൊട്ടേഷൻ നൽകിയ വ്യക്തി നേരത്തെ മുതൽ തന്നെ സന്തോഷമായി വൈരാഗ്യമുണ്ടായിരുന്നു. 2019 മുതൽ വൈരാഗ്യമാണ്. ആ വൈരാഗ്യമാണ് ഇത്തരത്തിലുള്ള ഒരു കൊലപാതകത്തിലേക്ക് നയിച്ചത്. മാത്രമല്ല ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയുള്ള ഒരു തന്ത്രം കൂടി അയാൾ മെനയുകയുണ്ടായി. ഇയാളുടെ വീട്ടിലെ CCTV മുന്നിൽ, അതായത് 26-ാം തീയതി വൈകിട്ട് 9 മണി മുതൽ 27-ാം തീയതി പുലർച്ചെ 6 മണി വരെ ആ CCTVയുടെ മുന്നിൽ തന്നെ ഉണ്ടായിരുന്നു. അതായത് ഈ കൊലപാതകത്തിൽ തനിക്ക് പങ്കില്ല എന്ന് പോലീസിന് മുന്നിലും കോടതിക്ക് മുന്നിലും വരുത്തി തീർക്കാൻ വേണ്ടിയുള്ള നീക്കമാണ്. മാത്രമല്ല ഇവർ സംസാരിക്കുന്നതൊക്കെ വാട്സപ്പ് കോളിലൂടെയും അല്ലെങ്കിൽ മറ്റ് സമൂഹ മാധ്യമങ്ങളിലൂടെയൊക്കെ തന്നെയാണ്. നേരിട്ട് ഈ പ്രതികളുമായി സംസാരിക്കുന്ന രീതിയില്ല. എന്ത് തന്നെയായാലും ഈ കേസിൽ എടുത്തു പറയേണ്ടത് മുൻവൈരാഗ്യം മൂലമുള്ള ഒരു കൊലപാതകം, അതിനുവേണ്ടി അലുവ അതുൽ എന്ന് വിളിക്കുന്ന ഒരു കൊട്ടേഷൻ സംഘാംഗം ഗുണ്ടാ തലവരെ അതിനുവേണ്ടി നിയോഗിക്കുകയായിരുന്നു. അലുവ അതുലിനും നേരത്തെ ഈ സന്തോഷിനോട് വൈരാഗ്യമുണ്ടായിരുന്നു. ഈ അനീറുമായുള്ള പക എന്താണ് എന്നത് സംബന്ധിച്ച് കൂടി വ്യക്തമാകുന്നില്ല. മാത്രമല്ല കരുനാഗപ്പള്ളി നമുക്ക് അറിയാവുന്നതാണ്, 2 ജില്ലകളുടെ അതിർത്തി പ്രദേശമാണ്. മറ്റു ജില്ലകളിലേക്ക്, ആലപ്പുഴ അടക്കമുള്ള ഇടങ്ങളിലേക്ക് ഈ പ്രതികൾ കടന്നു കളയാനുള്ള സാധ്യതയെ പറ്റി പോലീസ് എന്താണ് വിചാരിക്കുന്നത്? ആദ്യം ഈ അനീറുമായിട്ടുള്ള ബന്ധം എന്ന് പറയുന്നത്, അനീർ നേരത്തെ ഗുണ്ടാ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിട്ടുള്ളതാണ്. 2013 ചങ്ങൻകുളങ്ങരയിൽ ഒരു കുത്തുകേസിൽ പ്രതിയായിട്ടുള്ള വ്യക്തിയാണ് അയാൾ. ഈ സന്തോഷിൻ്റെയും ഈ പറയുന്ന പ്രതികളുടെയൊക്കെ തന്നെ സുഹൃത്തായിരുന്നു. പ്രതികളും സന്തോഷും തമ്മിൽ 2 തട്ടിലായതോടുകൂടി സന്തോഷിൻ്റെ അടുത്തേക്ക് അനീർ മാറി. അതുമൂലമുള്ള ഒരു വൈരാഗ്യമാണ്. നമുക്ക് പോലീസിൽ നിന്ന് ലഭിക്കുന്ന വിവരമനുസരിച്ച് അനീർ കൂടാതെ 2 പേരെ കൂടി, അങ്ങനെ 4 പേരെ കൊലപ്പെടുത്തുക എന്നുള്ള, അല്ലെങ്കിൽ അവരെ ആക്രമിക്കുക എന്നുള്ള ലക്ഷ്യം അലുവാദിലുണ്ടായിരുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. രണ്ടാമത്തേത്, മറ്റ് സ്ഥലങ്ങളിലേക്ക്, പ്രത്യേകിച്ച് ആലപ്പുഴ ജില്ലയിലല്ല, ചിലപ്പോൾ തമിഴ്നാട്ടിലേക്ക് പോകാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് പോലീസിന്റെ നിഗമനം. കാര്യം അവിടെ നിന്ന് ഏതാണ്ട് ഒരു 90 കിലോമീറ്റർ യാത്ര ചെയ്ത് കഴിഞ്ഞാൽ ചെങ്കോട്ടയിലേക്ക് എത്താൻ സാധിക്കും. തമിഴ്നാട്ടിലേക്ക് കടക്കാൻ സാധ്യതയുണ്ട് എന്നുള്ളൊരു നിഗമനത്തിലാണ്. പക്ഷേ എല്ലാ പ്രതികളും ഒരുമിച്ച് ചെങ്കോട്ടയിലേക്ക് പോയിട്ടില്ല. ഒരുമിച്ചല്ല അവരെല്ലാവരും തന്നെ ഉള്ളത്. കാര്യം ഇന്നലെ കാറ് പിടികൂടുന്ന സമയത്ത് ഈ പ്രതികൾ ചിന്നിച്ചിതറി ഓടി മാറുന്ന ഒരു അവസ്ഥയാണ്. അവരുടെ ഫോണുകളെല്ലാം തന്നെ സ്വിച്ച് ഓഫ് ആണ്. അതുകൊണ്ട് തന്നെ ഇവർ പല സ്ഥലങ്ങളിൽ മാറിയിരിക്കാം എന്നുള്ളതാണ്. ചില ആൾക്കാർ മേമന, അതുപോലെ തന്നെ വയനകം തുടങ്ങിയ സ്ഥലങ്ങളിലൊക്കെ തന്നെ ഉണ്ട് എന്നുള്ള ഒരു വിലയിരുത്തൽ കൂടി ഇപ്പോൾ പോലീസിലുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്നലെ മേമന, വയനകം തുടങ്ങിയ സ്ഥലങ്ങളിൽ അരിച്ചു പെറുക്കിയുള്ള ഒരു പരിശോധന പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ടായത്. കടന്നാരാണ് വിശദമായ വിവരങ്ങൾ നൽകിയത്. രാജീവ്, ഈ സന്തോഷിനെ കൊലപ്പെടുത്തുന്നു, 4 പേരെ കൊലപ്പെടുത്താനുള്ള ലക്ഷ്യമെന്നാണ് പറയുന്നത്. പക്ഷെ സന്തോഷിനെ കൊലപ്പെടുത്തുന്നു, ഇങ്ങനെ തന്നെ മറ്റവരെയും കൊലപ്പെടുത്തേണ്ടതാണ് എന്ന ഒരു ചർച്ച വരുന്നു. അതിനുശേഷം ഈ കൊലപാതകം ആസൂത്രണം ചെയ്യുന്നു എന്നുള്ളതൊക്കെ ഇടയ്ക്കാണ്. എങ്ങനെയാണ് പക വീട്ടേണ്ടത് എന്നുള്ള ഗവേഷണമാണ് നടക്കുന്നത്. ഇത് ഈ ഇപ്പോൾ നാട്ടിൽ ഇതുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ കൂടിക്കൂടി വരുന്നു. അത് വളരെ നോർമലായിട്ടുള്ളൊരു കാര്യമാണ് എന്ന് മാറുന്ന രീതിയിലാണ് ഈ ഗുണ്ടാ സംഘങ്ങൾ അല്ലെങ്കിൽ ഇതിൽ ഉൾപ്പെട്ടിരിക്കുന്ന ആളുകൾ പരസ്പരം പക തീർക്കുന്നതും അല്ലെങ്കിൽ ഈ ഇതിന് മുൻപുള്ള കണക്ക് തീർക്കുന്നതും ഒക്കെ വളരെ സാധാരണമായ ഒരു സംഭവമായി മാറിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ നിയമപരമായിട്ടുള്ള ശിക്ഷ ഉണ്ടാവുക തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ചൊന്നും ആലോചിക്കാതെ തന്നെ ഇത്തരത്തിലുള്ള കണക്ക് തീർക്കുക എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറിയിരിക്കും. ആ സമയത്ത് സാധാരണക്കാരന് ഏറ്റവും കൂടുതൽ പ്രതീക്ഷയാകുന്നത് അല്ലെങ്കിൽ ആശ്രയത്വം തോന്നുന്നു പോലീസുകാരോടാണ്. പോലീസുകാർക്കും രക്ഷയില്ല എന്ന വാർത്തയിലേക്കാണ് നമ്മൾ അടുത്തതായി പോകുന്നത്.